നമസ്കാരം, നുറുങ്ങി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1 കിലോ കണമ്പ് മീനാണ് എടുത്തേക്കുന്നത്. നമുക്കിത് സൂപ്പറായിട്ട് കറി വയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തപ്പോൾ തൊലി പൊളിച്ചെടുക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചായിരുന്നു, ഒരു കമൻറ്റ് വന്നായിരുന്നു. അതപ്പോൾ തൊലി ചെത്തി വൃത്തിയായിട്ട് എടുക്കണ മീനാണെങ്കിൽ ഞങ്ങൾ തൊലി ചെത്തി എടുക്കുന്നത്, അതുപോലെ തന്നെ തൊലി കളഞ്ഞ് എടുക്കേണ്ട മീനാണെങ്കിൽ തൊലി കളഞ്ഞ് വൃത്തിയായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് മീൻ നന്നാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ മീൻ ഇത് മുഴുവനും എടുക്കണില്ല, പകുതി ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മീൻ്റെ മുള്ളൊക്കെ വെട്ടി ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം. ഈ മീൻ്റെ ചെതമ്പൽ കളഞ്ഞ് ഒന്നില്ലെങ്കിൽ തേച്ചെടുക്കാം, കല്ലേൽ വെച്ച് തേച്ചെടുക്കാം, അല്ലെങ്കിൽ കലത്തിൽ ഉപ്പിട്ട് നല്ലോണം തേച്ചരച്ച് കഴുകിയെടുക്കാം. ഈ മീൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റില്ല. ഇത് കല്ലേൽ വെച്ച് ചെതമ്പലൊക്കെ കളഞ്ഞിട്ട് കല്ലേൽ വെച്ച് ഉരച്ചെടുക്കുക, അല്ലെങ്കിൽ കലത്തിൽ നല്ലോണം ഉപ്പിട്ട് തേച്ചരച്ച് കലത്തിലിട്ട് തേച്ചരച്ച് കഴുകിയെടുക്കാം. ഞാൻ ഉപ്പിട്ട് ഇത് കലത്തിലിട്ട് നല്ലോണം തേച്ചരച്ച് കഴുകുകയാണ്. കല്ലിൽ വെച്ച് ഉരച്ച് കഴുകണില്ല, ഞാൻ ഉപ്പിട്ട് കലത്തിൽ തേച്ചരച്ച് കഴുകുകയാണ്. മീൻ്റെ ചെതുമ്പലും മുള്ളൊക്കെ വെട്ടി തേച്ചരച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം, മീൻ കഷ്ണങ്ങളാക്കാം. അതെ, അകമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തേക്കണതാണ്. എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ മീനൊക്കെ ഞാൻ 2 കഷ്ണം ആക്കണുള്ളൂ. മീനപ്പം നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം. മീൻ മുറിച്ച് കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ നമ്മൾ അടപ്പ് കത്തിച്ചിട്ടുണ്ട്. പുറത്ത് അടുപ്പിലാണ് വയ്ക്കുന്നത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും, വേപ്പിലയും, സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു
1 സ്പൂൺ ഫിഷ് മസാല, കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആ കുടപ്പുളി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടപ്പുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരടപ്പ് വെച്ച് കൊടുക്കാം. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റി വരണുണ്ട്. നമുക്കൊന്നും കൂടി മൂടി വെച്ച് കത്തിക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. ചാറൊന്നും കൂടി വറ്റട്ടെ. നമുക്ക് മൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റും കൂടി കത്തട്ടെ. ഇനി നമുക്കൊന്ന് ചാറൊക്കെ വറ്റിയൊന്നൊന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കാം. അപ്പോൾ നമ്മുടെ കണമ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.